കൊച്ചിയിലും വായുവിന് ഗുണനിലവാരം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു സ്നീസിങ്ങിൻ്റെ എഫക്റ്റ് ഉണ്ട് കൊച്ചി നഗരത്തിൽ. ഇന്നലെ തൃപ്പൂണിത്തറയൊക്കെ നല്ല കനത്ത മഞ്ഞായിരുന്നു. കൊച്ചിയിൽ എഴുന്നേറ്റ് നോക്കുമ്പോഴും ഈ പുകമഞ്ഞ് കാണുന്നു. കൊച്ചിയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ദില്ലിയിലും വായു മലിനീകരണം അതിരൂക്ഷമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക ഇവിടെയൊക്കെ 100-150 ഒക്കെയാണ്, അവിടെ 400-ന് മുകളിലാണ്. കനത്ത മൂടൽമഞ്ഞ് ഇന്നും വിമാന സർവീസുകളെ ബാധിക്കും. ഇന്നലെ ദില്ലിയിൽ നിന്ന് മാത്രം 152 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ആദിൽ പാലോടുണ്ട്. ആദിൽ പാലോടിനെ ഈ പുകമഞ്ഞിനിടെ കാണാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് ആദിൽ പാലോഡ്. ഇന്നും വായു ഗുണനിലവാര സൂചിക വളരെ മോശം തന്നെയാണ്, 400-ന് മുകളിലാണ്. വിഷമിക്കേണ്ട, ഞങ്ങൾ കൊച്ചിയും തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. 100-150-ലേക്കൊക്കെ വായു ഗുണനിലവാര സൂചിക മാറിക്കഴിഞ്ഞു. ഇവിടെയും ഗുണനിലവാരമില്ലാത്ത വായുവാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലർക്കും ചെറിയ തുമ്മലും മൂക്കൊലിപ്പും ഒക്കെ ഉണ്ട് ഇവിടെയും. അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതിൽ ഇന്നെങ്ങനെയാണ് അവസ്ഥ ഇവിടെ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അവസ്ഥയിൽ ഒരു മാറ്റവുമില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ കൂടുതൽ അവസ്ഥയിലേക്ക്, ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വായു ഗുണനിലവാരത്തിന്റെ പ്രശ്നമാണ് അടിസ്ഥാനപരമായി ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത്. മൂടൽമഞ്ഞ് സ്വാഭാവികമായും ശൈത്യത്തിൽ വരുന്നതാണ്, പക്ഷേ അതിനേക്കാൾ ഉപരി വായു ഗുണനിലവാരം 400-ന് മുകളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ 1000 എയർ പ്യൂരിഫയറുകൾ സ്ഥാപിക്കാനുള്ള തീരുമാനം ദില്ലി സർക്കാർ എടുക്കുന്നു. പക്ഷേ ഈ തീരുമാനങ്ങളും ഈ നടപടികളും നിയന്ത്രണങ്ങളും ഒക്കെ പുറമെ മരുന്ന് പുരട്ടുന്നതിന് തുല്യമാണ് എന്നാണ് ആളുകൾ പലതും വിമർശനമായി ഉന്നയിക്കുന്നത്. കാരണം അടിസ്ഥാന പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നില്ല. എങ്ങനെയാണിത് വായു ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടത് സംബന്ധിച്ച് അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ കൂടി മാറ്റം വരുത്തണം എന്നാണ് പറയുന്നത്. ഏതായാലും മൂടൽമഞ്ഞിപ്പോൾ ദില്ലിയെ ആകെ മൂടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പ് ഇതായിരുന്നില്ല കാഴ്ച. വളരെ വേഗമാണ് ഈ മൂടൽമഞ്ഞ് ഒരല്പം കൂടി വ്യക്തത വന്നത്. രാവിലെയൊക്കെ അടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പോലും കഴിയില്ല ദില്ലിയിൽ എന്നതാണ് അവസ്ഥ. 0-1 മീറ്ററൊക്കെയാണ് കാഴ്ചാ പരിധിയായി രാവിലെ പുലർച്ചെയൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യം പലയിടത്തും ഉണ്ട്. എക്സ്പ്രസ് വേയിലൊക്കെ വാഹനങ്ങൾ തുടർച്ചയായി അപകടത്തിൽപ്പെടുന്നുണ്ട്. നമുക്ക് ഊഹിക്കുമ്പോൾ മനസ്സിലാകും. 152 വിമാന സർവീസുകളാണ് ഇന്നലെ മാത്രം റദ്ദാക്കിയത്. ഇന്നും സമാനമായി വിമാനങ്ങൾ റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എയർലൈനുകളുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ വിമാനത്താവളത്തിലേക്ക് വരാവൂ എന്ന് ദില്ലി വിമാനത്താവളം അധികൃതർ അറിയിച്ചിട്ടുമുണ്ട്. ദില്ലിയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുന്നതാണ് കാഴ്ച. മൂടൽമഞ്ഞിനൊപ്പം വായു മലിനീകരണം കടുക്കുന്നതാണ് ആളുകളെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഓക്കെ, അതിൽ അവിടെ 400 എന്നൊക്കെ പറഞ്ഞാലേ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI എന്നാണ് പ്രേക്ഷകർ പറയുക. താങ്ക് യു. ഇവിടെ കൊച്ചിയിൽ എത്രയാണെന്ന് അറിയുമോ AQI? ഡൽഹിയിൽ 400 AQI ആണെങ്കിൽ ഇപ്പോൾ 180 ആണ് കൊച്ചിയിലെ AQI ചിലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എയർ ക്വാളിറ്റി ഇൻഡെക്സ്. അപ്പോൾ പ്രേക്ഷകർ വിചാരിക്കും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. കാര്യം ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഡൽഹിയിലെ ഹ്യൂമിഡിറ്റി പോലെയല്ല. ഇവിടെ 80% ഈർപ്പമുണ്ട്. പക്ഷേ അതേസമയം ഡൽഹിയിലാണെങ്കിൽ 40-50% ഉള്ളൂ. അപ്പോൾ ഈർപ്പം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ അപകടനിലയും കൂടും. അങ്ങനെ വന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡൽഹിക്ക് സമാനമായ സാഹചര്യം എന്ന് പറയേണ്ടി വരും. അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 50 വരെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ നിന്നാൽ കുഴപ്പമില്ല. അത് ഏറ്റവും ഹെൽത്തിയാണ്. നല്ല കാട്ടിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് 50-ൽ താഴെയാണ്. 50 മുതൽ 100 വരെ ആണെങ്കിൽ കുഴപ്പമില്ല, മോഡറേറ്റ് എന്ന് പറയും. 100 മുതൽ മുകളിലോട്ട് വന്നാൽ അൺഹെൽത്തിയായി. 180-ന് മുകളിലായോ വെരി അൺഹെൽത്തി. 180-ന് മുകളിലേക്ക് പോയാൽ വെരി വെരി അൺഹെൽത്തി എന്നതിലേക്ക് പോകും. 200, 300, 400 ആണ് ഇപ്പോൾ ഡൽഹിയിൽ. നമുക്കിവിടെ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് അല്പം ആശങ്കയുണ്ട്. എന്ന് വെച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. കുറച്ച് ദിവസത്തേക്കുള്ള പ്രതിഭാസമായിരിക്കും.